നിയമസഭാ തെരഞ്ഞെടുപ്പിലെ അപ്രതീക്ഷിത തിരിച്ചടിക്ക് പിന്നാലെ CPM-നെതിരെയും പിണറായി വിജയന്റെ ഓഫീസിനെതിരെയും രാഷ്ട്രീയ എതിരാളികൾ നടത്തുന്നത് സമാനതകളില്ലാത്ത കുപ്രചാരണങ്ങളാണ്. അതെല്ലാം പാർട്ടി കേന്ദ്രങ്ങൾ അതിന്റെ നിജസ്ഥിതി വ്യക്തമാക്കി തള്ളിക്കളയുന്നുമുണ്ട്. തോൽവിയുടെ പശ്ചാത്തലത്തിൽ പ്രതിപക്ഷ നേതാവാകുന്ന പിണറായി വിജയന്റെ പേഴ്സണൽ സ്റ്റാഫ് രൂപീകരണത്തെ ചൊല്ലി പാർട്ടിയിൽ ഭിന്നതയുണ്ടെന്ന രീതിയിൽ വലതുപക്ഷ മാധ്യമങ്ങൾ ചമയ്ക്കുന്ന വാർത്തകൾ അടിസ്ഥാനരഹിതമാണെന്ന് പാർട്ടി വൃത്തങ്ങൾ വ്യക്തമാക്കുകയാണ്. മുഖ്യമന്ത്രിയായിരുന്ന കാലയളവിൽ പിണറായി വിജയന്റെ ഓഫീസിനെ മികച്ച രീതിയിൽ നയിച്ച CM രവീന്ദ്രൻ, PM മനോജ് എന്നിവർക്കെതിരെ കാലങ്ങളായി പ്രതിപക്ഷം ഉയർത്തുന്ന ആക്ഷേപങ്ങൾ ഇപ്പോൾ വീണ്ടും സജീവമാകുന്നത് പാർട്ടിയിൽ ഭിന്നതയുണ്ടെന്ന് വരുത്തി തീർക്കാനുള്ള ബോധപൂർവമായ ശ്രമത്തിന്റെ ഭാഗമാണ്. 4 പതിറ്റാണ്ടിലേറെയായി പാർലമെന്ററി രംഗത്ത് മികച്ച പ്രവർത്തന പരിചയമുള്ള CM രവീന്ദ്രനെ പോലെയുള്ള വ്യക്തികളുടെ അനുഭവ സമ്പത്ത് പ്രതിപക്ഷ പ്രവർത്തനങ്ങൾക്ക് കരുത്താകുമെന്നാണ് വിലയിരുത്തൽ. സ്വർണ്ണക്കടത്ത് വിവാദ കാലത്ത് കേന്ദ്ര ഏജൻസികളെ ഉപയോഗിച്ച് ഇടതുപക്ഷ സർക്കാരിനെ തകർക്കാൻ നോക്കിയപ്പോൾ കള്ളക്കഥകളെ പ്രതിരോധിച്ച് ഓഫീസിന്റെ പ്രവർത്തനം സുതാര്യമായി മുന്നോട്ട് കൊണ്ടുപോകാൻ രവീന്ദ്രന് സാധിച്ചിരുന്നു. യോഗ്യതാ മാനദണ്ഡങ്ങൾ കൃത്യമായി പാലിച്ചുകൊണ്ട് തന്നെയാണ് മുൻപ് അദ്ദേഹത്തിന്റെ നിയമനം നടന്നതെന്നിരിക്കെ 10ാം ക്ലാസ് വിദ്യാഭ്യാസം മാത്രമുള്ളയാളെന്ന രീതിയിലുള്ള വ്യക്തിപരമായ അധിക്ഷേപങ്ങൾ രാഷ്ട്രീയ പാപ്പരത്തമാണ് കാണിക്കുന്നത്. അതുപോലെ തന്നെ മാധ്യമങ്ങളുടെ ഏകപക്ഷീയമായ ആക്രമണങ്ങൾക്കെതിരെ കൃത്യമായ രാഷ്ട്രീയ പ്രതിരോധം തീർത്ത വ്യക്തിയാണ് പ്രസ് സെക്രട്ടറിയായിരുന്ന PM മനോജ്. ഇടതുപക്ഷ വിരുദ്ധ വാർത്തകൾ ചമയ്ക്കുന്ന മാധ്യമ മേധാവികളുടെയും അവതാരകരുടെയും മുഖംമൂടി അഴിച്ചു കാണിക്കുന്നതിൽ മനോജിന്റെ ഇടപെടലുകൾ നിർണായകമായിരുന്നു. വലതുപക്ഷ മാധ്യമ സിൻഡിക്കേറ്റിന്റെ കള്ളപ്രചാരണങ്ങളെ തുറന്നു കാട്ടിയതിന്റെ പ്രതികാരമായാണ് തെരഞ്ഞെടുപ്പ് തോൽവിയുടെ ഉത്തരവാദിത്തം മനോജിന്റെ മാധ്യമ സമ്പർക്ക ശൈലിക്ക് മേൽ കെട്ടിവെക്കാൻ ഇപ്പോൾ ശ്രമം നടക്കുന്നത്. മകനുമായി ബന്ധപ്പെട്ട സ്ഥാപനങ്ങൾക്ക് കരാർ നൽകിയെന്ന ആരോപണങ്ങൾ മുൻപും തെളിവുകളില്ലാതെ തള്ളിക്കളയപ്പെട്ടവയാണ്. തെരഞ്ഞെടുപ്പിൽ തിരിച്ചടി ഉണ്ടായെങ്കിലും പാർട്ടിയിൽ പിണറായി വിജയന്റെ നേതൃത്വത്തിന് യാതൊരു വിധത്തിലുള്ള വെല്ലുവിളിയുമില്ല. പാർട്ടി ഘടകങ്ങളിൽ ജനാധിപത്യപരമായ ചർച്ചകൾ നടക്കുന്നത് സ്വാഭാവികമാണെന്നും അതിനെ പിണറായി വിജയനെതിരെയുള്ള കലാപമായി ചിത്രീകരിക്കാൻ മാധ്യമങ്ങൾ വ്യഗ്രതപ്പെടുകയാണെന്നും CPM കേന്ദ്രങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. പ്രതിപക്ഷ നേതാവെന്ന നിലയിൽ ശക്തമായ പോരാട്ടങ്ങൾക്ക് നേതൃത്വം നൽകാൻ പിണറായി വിജയന് പൂർണ്ണ പിന്തുണയാണ് പാർട്ടിയിലുള്ളത്. തന്റെ സ്റ്റാഫിൽ ആരെയൊക്കെ ഉൾപ്പെടുത്തണം എന്ന കാര്യത്തിൽ അന്തിമ തീരുമാനമെടുക്കാനുള്ള ഒരു പൂർണ്ണ അധികാരം പിണറായി വിജയനാണെന്നും അതിൽ സമ്മർദ്ദ തന്ത്രങ്ങൾക്ക് സ്ഥാനമില്ലെന്നും പാർട്ടി വൃത്തങ്ങൾ കൂട്ടിച്ചേർക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ കരിമ്പൂച്ചകളുടെ അകമ്പടിയില്ലാതെ ട്രെയിൻ കാത്തിരിക്കുന്ന പിണറായി വിജയന്റെ ചിത്രം വലിയ രീതിയിൽ സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചിരുന്നു. അധികാരമില്ലാത്തപ്പോഴും ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലാനും അവരിൽ ഒരാളായി മാറാനും മടിയില്ലാത്ത ഒരു കമ്മ്യൂണിസ്റ്റുകാരന്റെ യഥാർത്ഥ ശൈലിയായി ആ ചിത്രത്തെ വായിക്കാം. മുഖ്യമന്ത്രിയായിരുന്ന കാലത്ത് സുരക്ഷാ പ്രോട്ടോകോൾ അനുസരിച്ചുള്ള സംവിധാനങ്ങളാണ് അദ്ദേഹത്തിന് ചുറ്റുമുണ്ടായിരുന്നത്. പദവികൾ ഒഴിഞ്ഞതോടെ സാധാരണ ജനങ്ങളെ പോലെ ട്രെയിൻ യാത്ര തെരഞ്ഞെടുക്കാനും റെയിൽവേ സ്റ്റേഷനിലെ പൊതുബെഞ്ചിലിരിക്കാനും അദ്ദേഹം കാണിച്ച മനസ്സ് വലിയ മാതൃകയാണ്. ചിത്രത്തെ വികലമായി ചിത്രീകരിക്കാനും രാഷ്ട്രീയ ലാഭത്തിനായി ഉപയോഗിക്കാനും പ്രതിപക്ഷ കേന്ദ്രങ്ങളും വലതുപക്ഷ മാധ്യമങ്ങളും ബോധപൂർവം ശ്രമിച്ചു. BJP ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ എതിരാളികൾ നടത്തുന്ന പരിഹാസങ്ങളും സോഷ്യൽ മീഡിയയിലെ നെഗറ്റീവ് കമന്റുകളും അദ്ദേഹത്തോടുള്ള രാഷ്ട്രീയ വിരോധം തീർക്കാൻ മാത്രമുള്ളതാണ്. മുൻപ് ന്യൂയോർക്കിലെ ലളിതമായ ജീവിത പശ്ചാത്തലത്തിലുള്ള അദ്ദേഹത്തിന്റെ ചിത്രങ്ങൾ വന്നപ്പോഴും ഇതേ രീതിയിലുള്ള അധിക്ഷേപങ്ങൾ ഉയർന്നിരുന്നു. അധികാരത്തിന്റെ തണലിലല്ല, മറിച്ച് ജനഹൃദയങ്ങളിലാണ് സഖാവ് പിണറായി വിജയന്റെ സ്ഥാനമെന്ന് ഈ ചിത്രം തെളിയിക്കുന്നുണ്ട്. മുതിർന്ന നേതാക്കളുടെ അഭാവം എന്ന രീതിയിൽ മാധ്യമങ്ങൾ പ്രചരിപ്പിക്കുന്ന വാർത്തകളും വെറും കെട്ടുകഥകളാണ്. കണ്ണൂരിലെ വിമാനത്താവളങ്ങളിലും റെയിൽവേ സ്റ്റേഷനിലും പാർട്ടി നിർദ്ദേശപ്രകാരമുള്ള നേതാക്കൾ തന്നെയാണ് അദ്ദേഹത്തിന് സുരക്ഷയും യാത്രയയപ്പും നൽകിയത്. പദവികൾക്കപ്പുറം ജനങ്ങൾക്കൊപ്പം നിൽക്കുന്ന പിണറായി വിജയന്റെ ഈ പുതിയ ചിത്രം ഇടതുപക്ഷ പ്രസ്ഥാനത്തിന് കൂടുതൽ ജനപ്രീതിയാണ് നേടിക്കൊടുക്കുന്നത്.